ഇയാൾ എന്തിനാ പോയി? ഇയാൾ എന്താ ഇതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിലുള്ള ആളാണോ ഈ പറഞ്ഞ ലെഫ്റ്റനന്റ് കേണൽ? എന്ത് യോഗ്യത ഉണ്ട് അവിടെ പോകാൻ? ഇതിന്റെ യോഗ്യത ഇവിടെ സിനിമയിൽ മറ്റേ കോപ്പിട്ട് അഭിനയിച്ചെന്നുള്ളത്, അല്ലെങ്കിൽ വേറെ വാർ മൂവിയിൽ അഭിനയിച്ചെന്നുള്ളതാണോ ഡിസാസ്റ്റർ നടക്കുന്ന സ്ഥലത്ത് പോയി വായും നോക്കി നിൽക്കാനുള്ള ക്വാളിറ്റി? നമസ്കാരം. ഇന്നലെ എനിക്ക് സന്തോഷം തരുന്നതും അതുപോലെ ദുഃഖം തരുന്നതുമായ ഒരു വാർത്ത വന്നിരുന്നു. മറ്റൊന്നുമല്ല, ചെകുത്താൻ എന്ന യൂട്യൂബറെ അറസ്റ്റ് ചെയ്തിരുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അതെനിക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയായിരുന്നു. അതിലെനിക്ക് ദുഃഖം തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇന്നലെ തന്നെ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടു. ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ജീവപര്യന്തം ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നത് പ്രാക്ടിക്കലായി അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്നുമല്ല, ചെകുത്താനെ അറിയാത്തവർക്ക് വേണ്ടി, ആരാണ് ചെകുത്താൻ എന്ന് ചോദിച്ചാൽ തലയിൽ ഓട്ട വീണ ഒരു യൂട്യൂബർ, അങ്ങനെ തന്നെ അദ്ദേഹത്തിനെ പറയേണ്ടി വരും. കാരണം ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ക്യാമറയും മൈക്കും കിട്ടിയാൽ എന്ത് കോമാളിത്തരവും കാണിക്കാം, എന്ത് പോക്കൃത്തരവും കാണിക്കാം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ അദ്ദേഹത്തിനെ പറയാൻ സാധിക്കുള്ളൂ. യൂട്യൂബ് ആയതുകൊണ്ട് അധികം വാക്കുകളൊന്നും പ്രയോഗിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മതങ്ങളെയൊക്കെ വിമർശിക്കുക. ഒരു നിരീശ്വരവാദിയാണ് അദ്ദേഹം. അപ്പൊ മതങ്ങളെയൊക്കെ വിമർശിക്കുക എന്നതായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി. അങ്ങനെ മതത്തിനെയൊക്കെ വിമർശിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ ആളുകളെ ചീത്ത വിളിക്കുമ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടും, കുറച്ചൊന്ന് ഫെയിം ആവുമെന്ന്. അങ്ങനെ അദ്ദേഹം ഈ മലയാള സിനിമയിലേക്ക് കടക്കുകയാണ്. മലയാള സിനിമയിലേക്ക് കടക്കുമ്പോൾ മെയിൻ ആയിട്ട് ചീത്ത വിളിക്കാൻ പറ്റിയ ആളാണ് മോഹൻലാൽ. കാര്യം ഏറ്റവും ഫേമസ് ആണല്ലോ മോഹൻലാൽ. മോഹൻലാലിനെ ചീത്ത വിളിക്കുമ്പോൾ മോഹൻലാലിന്റെ ഫാൻസ് കുറച്ച് തിരിച്ചു പറയും, അപ്പൊ അവരെ തിരിച്ചു പറയാം. അങ്ങനെ ഒരു മൊത്തത്തിൽ ഫേമസ് ആവാൻ വേണ്ടി ഒരു സിനിമ പോലും കാണാതെ, ഇപ്പൊ ഒരു മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങി, മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങി. ഈ മലൈക്കോട്ടെ വാലിബൻ അദ്ദേഹം കാണില്ല. ഈ അജു എന്ന് പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ കാണില്ല. അയാൾ പോയി ഇരുന്ന് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ മലൈക്കോട്ടെ വാലിബനെ പറ്റിയുള്ള ഒരു വീഡിയോ അങ്ങ് ഇറക്കും. മോഹൻലാലിന് വയറ് ചാടി, അല്ലെങ്കിൽ മോഹൻലാലിനെ കാണാൻ കൊള്ളില്ല, മോഹൻലാൽ എക്സസൈസ് ചെയ്യൂല, അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത കോമാളിത്തരം വന്നിരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ നടൻ സിദ്ദിഖ്, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ നടൻ സിദ്ദിഖ് പരാതി കൊടുത്തത്. ഇതിനു മുമ്പും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നടൻ ബാല പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ചെകുത്താൻ ബാലയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അദ്ദേഹത്തിന് ഒരു പുത്തിരിയല്ല. പക്ഷെ ഇതൊക്കെ എപ്പോഴാണ് പണി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10-14 ദിവസം റിമാൻഡിൽ കിടക്കണം. ജയിലിലൊക്കെ കിടക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയൊന്നും മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇതൊക്കെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ജാമ്യത്തിന് ഇറങ്ങിയതിന് ശേഷവും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ആ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അത് ഞാൻ മാനിക്കുന്നു. പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിൽ, കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: മോഹൻലാല് സൈനിക വേഷത്തിൽ അവിടെ വയനാട് ദുരന്തത്തിൽ പോയത് ഒരു തെറ്റായ കാര്യമാണ് എന്ന്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് പറയാൻ ഏതൊരു വ്യക്തിക്കും, എന്നെയും അദ്ദേഹത്തിനെ പോലെ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. കേണെന്ന് പറഞ്ഞവരെല്ലാം വേറെ എവിടെ നിന്നൊക്കെ ദുരിതം സംഭവിച്ചെന്ന് പറയുമ്പോൾ തള്ളി കയറി ചെല്ലുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പണിയില്ലാത്ത ഇതുപോലത്തെ പടം കേണൽമാരല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുവോ? പിന്നെ റിട്ടയർ ഒരുത്തനുണ്ട്, മേജർ രവി എന്ന് പറഞ്ഞൊരാളുണ്ട്. ഇവർ രണ്ടുപേരുടെ ഇറങ്ങി തിരിച്ചേക്കുക. മേജർ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി സോഷ്യൽ മീഡിയ ആൻഡ് സിനിമ. പക്ഷേ ആ വാക്കുകൾ, ചീത്തവിളി, ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക, ഒരു റിവ്യൂ എന്നുള്ള പേരിൽ അങ്ങ് പരിഹസിക്കുക, ഇതിനോടൊന്നും ആർക്കും യോജിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അമ്മ വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എനിക്ക് അതും കൂടി കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബത്തിൽ നിന്ന് ഇത്രയും പ്രോത്സാഹനം കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും കോമാളിത്തരങ്ങളും ഈ വൃത്തികേടുകളും ഇദ്ദേഹം കാണിക്കുന്നത്. ഈ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് കാരണം തന്നെയാണ് എന്നെനിക്ക് വ്യക്തിപരമായി മനസ്സിലായി. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത 192, 236B, കേരള പോലീസ് ആക്ട് 2011, 120 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോ ഈ അജു അലക്സ് ചെകുത്താനെതിരെ എടുത്തിരിക്കുന്ന കേസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.